ഹായ്, നമസ്കാരം. വെൽക്കം ടു മൈ ഫസ്റ്റ് മോട്ടോർ വ്ളോഗ്. ഞാൻ റിച്ചു റോണി മണിമുല, ഒരു പാഷനേറ്റ് മോട്ടോർ സൈക്കിളിസ്റ്റും സൗണ്ട് എഞ്ചിനീയറുമാണ്. റൈഡിംഗ് എന്ന എൻ്റെ ഒരു പാഷനും എക്സ്പീരിയൻസും ടിപ്സും ഇതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ ബൈക്ക് ഞാൻ മേടിച്ചത് ഒരു വർഷം മുമ്പെയാണ്. ഇതുവരെ ഞാനിപ്പോൾ ഒരു 10,000 കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്തിട്ടുണ്ട്. ഡെയിലി കമ്മ്യൂട്ട്സും വീക്കെൻഡ് റൈഡ്സും ലോങ് ടൂർസും ഒക്കെയാണ് മെയിനായിട്ടും ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിത് കംപ്ലീറ്റ് ടൂറിങ്ങിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാൻ ബൈക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ ചെയ്തേക്കുന്നത് നമ്മുടെ ഓക്സിലറി ലൈറ്റുകളാണ്. മാഡ് ഡോഗിന്റെ തന്നെ ഡെൽറ്റ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണിത്. നല്ല പ്രോ ഉണ്ട് ഈ ലൈറ്റിന്. രാത്രിയിലെ ഒരു ചെറിയ ഇത് പിന്നീട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഹെഡ്ലൈറ്റ് ഭയങ്കര ഷോക്കാണ്. പിന്നെ ഹൈ മഡ് ഗാർഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലഗേജസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ ഒന്ന് നമ്മുടെ ടോപ്പ് ബോക്സ് ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ടോപ്പ് ബോക്സ് ആണ്. നമ്മൾ നോർമൽ സിറ്റി യൂസിലൊക്കെ പോകുമ്പോൾ ഹെൽമെറ്റ് ഹോൾഡ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് ബോക്സ് തന്നെയാണ്. ഞാനത് ട്രയംഫിൽ നിന്ന് തന്നെയാണ് ടോപ്പ് ബോക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു റോൾ ബാഗ് ട്രയംഫിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലും അത്യാവശ്യത്തിലധികം നമുക്ക് ലഗേജ് സ്റ്റോറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഫുള്ളി വാട്ടർ പ്രൂഫുമാണ്. നല്ല രീതിയിൽ നമുക്ക് ഒരു ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. നമുക്കത് നോക്കി കഴിയുമ്പോൾ തന്നെ കാണാൻ പറ്റും. നല്ല സേഫുമാണ്. പിന്നെ ഞാൻ ഇതിന്റെ ടയേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പിർലിയുടെ സ്കോർപിയോൺ റാലി STR എന്ന് പറഞ്ഞ മോഡലാണ്. നല്ല രീതിയിൽ ത്രെഡ് പാറ്റേൺസും കാര്യങ്ങളും ഉണ്ട്. റിയർ ഞാൻ 150/70/17 എന്ന് പറഞ്ഞ സൈസും, ഫ്രണ്ടിൽ ഞാൻ 110/80/19 എന്ന് പറഞ്ഞ സൈസിലുള്ളതാണ്. 20 ലൈക്ക് 80 റോഡും 20 ഓഫ് റോഡ് എന്നുള്ള രീതിയിലെ ഒരു ഇതാണ് ഇതിന്റെ പാറ്റേൺസ് ഉള്ളത്. നമ്മുടെ ഈ ചാനലിൽ ഇനി മെയിനായിട്ട് വരാൻ പോകുന്ന ഇനി കുറച്ച് അപ്കമിങ് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതൊരു ആരംഭം മാത്രമാണ്. നിങ്ങൾക്ക് മോട്ടോർ സൈക്കിളും യാത്രയും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.